ധ്യാനം എന്നാൽ ആത്മസ്ഥിതിയിലേക്കുള്ള ചൈതന്യത്തിന്റെ യാത്ര. ധ്യാനസ്ഥിതി ചേരണമെങ്കിൽ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ഇവയെ നിയന്ത്രിക്കുമ്പോൾ ചൈതന്യ പദാർത്ഥം ആത്മാവിലേക്ക് സഞ്ചരിക്കുന്നു. അതേസമയം വിശ്വശക്തി നമ്മിലേക്ക് അപാരമായി പ്രവഹിക്കുന്നു. കൂടുതലായി ധ്യാനം ചെയ്യുന്നത് മൂലം ആത്മജ്ഞാനം വർദ്ധിക്കുന്നു. ഇപ്പോൾ ജ്ഞാനം എന്നാൽ എന്തെന്ന് നോക്കാം. ധ്യാനം നമ്മളെ ഉന്നത ജ്ഞാനത്തിനു നേരെ നടത്തുന്നു. ജ്ഞാനമെന്നാൽ അനുഭവം. അനുഭവമെന്നാൽ പരിപൂർണമായി ആത്മാവിനൊപ്പം ജീവിക്കുക. അധിക സാധന മൂലം അധിക സിദ്ധി നേടുവാനാകുന്നു. അധിക ശക്തി മൂലം ഓരോ സന്ദർഭത്തിലും ആനന്ദത്തോടെ സമ്പൂർണമായി ജീവിക്കാനാകുന്നു. സമ്പൂർണമായി ജീവിക്കുന്നത് മൂലം ഉന്നത ജ്ഞാനം നേടുവാൻ കഴിയുന്നു. ജ്ഞാനം ദ്വാര അവഗാഹന ശക്തി വർദ്ധിക്കുന്നു. തദ്വാര മുക്തി സമ്പാദിക്കുന്നു. ഈ ഉന്നത അവഗാഹന ശക്തി മൂലം നാം ശരീരം മാത്രമല്ല, അത്ഭുതമായ ജീവികളെന്ന് തിരിച്ചറിയുന്നു. ഓരോ സ്ഥിതിയെയും മനസ്സിലാക്കുന്നത് മൂലം എല്ലാ സമസ്യകളിൽ നിന്നും അനായാസം നമുക്ക് പുറത്തു കടക്കുവാനാകും. ഉന്നത ജ്ഞാനവും ഉന്നത ശക്തിയും നമ്മുടെ ചൈതന്യത്തിന്റെ ഉന്നതിക്കായി സഹായം ചെയ്യുന്നു. ഈ ഉന്നതിക്ക് വേണ്ടിയാണ് പൃഥ്വിയിലേക്കുള്ള നമ്മുടെ പ്രയാണം. ഉന്നത ജ്ഞാനത്തിന് ഉന്നത ഇന്ദ്രിയങ്ങളായ ദിവ്യചക്ഷു സൂക്ഷ്മ ശരീരം ദ്വാര നേടുവാനാകുന്നു. ആത്മാവിന്റെ അത്ഭുതമായ ഒരു ഇന്ദ്രിയമാണ് ദിവ്യചക്ഷു. ഉന്നത ലോകങ്ങളെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും നമ്മെ സഹായിക്കുന്ന അത്ഭുത ഇന്ദ്രിയമാണ് ദിവ്യചക്ഷു. അത്യധിക ധ്യാന സാധന മൂലം അധിക വിശ്വശക്തിയെ സ്വീകരിക്കുവാൻ സാധിക്കുന്നു. അധികമായി സ്വീകരിക്കുന്ന വിശ്വശക്തിയാൽ ദിവ്യചക്ഷു ഉത്തേജിതമാവുന്നു. ഒരു ധ്യാനിക്ക് ഇതൊരു അത്ഭുതമായ അനുഭവമാണ്. ദിവ്യചക്ഷു ഉത്തേജിതമാവുന്ന സന്ദർഭത്തിൽ നെറ്റിയിൽ 2 പുരികങ്ങൾക്ക് നടുവിൽ വേദനയോ കൊളുത്തി വലിക്കുന്ന പോലെയോ അനുഭവപ്പെടാം. പല വിധത്തിലുള്ള വർണ്ണങ്ങൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. നമുക്ക് ചുറ്റും ആരൊക്കെയോ നടക്കുന്നതായും പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതായും നമുക്ക് അനുഭവപ്പെടും. ഇരുട്ടു നിറഞ്ഞ തുരങ്കത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന അനുഭൂതിയും നമുക്ക് അനുഭവപ്പെടും.
പ്രാണമയ ശരീരം സമ്പൂർണമായി പ്രാണശക്തി സ്വീകരിക്കുമ്പോൾ ദിവ്യചക്ഷു പരിപൂർണമാകുന്നു. ദിവ്യചക്ഷു പരിപൂർണമായതിനു ശേഷം ഈ ലോകത്തിലെയും ഇതര ലോകങ്ങളിലെയും വിവിധ ദൃശ്യങ്ങളെ സ്പഷ്ടമായി ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പരിപൂർണത മൂലം ഓരോ ദൃശ്യവും സാധാരണ കണ്ണുകളിലൂടെ കാണുന്നതിനേക്കാൾ സ്പഷ്ടമായി കാണുവാനാകുന്നു. എവിടെയോ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും വളരെ വ്യക്തമായി ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കാണുവാനാകും. വിവിധ തരം ശബ്ദ തരംഗങ്ങളെ നമ്മുടെ അന്തരംഗത്തിൽ നമുക്ക് കേൾക്കുവാനാകും. എത്രയോ മഹാത്മാക്കളെ നമ്മൾ അറിയുന്ന രൂപത്തിൽ നമുക്ക് ദർശിക്കുവാനാകുന്നു. ഇനിയും കൂടുതലായി ധ്യാനം ചെയ്യുന്നത് മൂലം വ്യക്തിരൂപത്തിൽ കണ്ട മഹാത്മാക്കളെ ജ്യോതിരൂപത്തിലും കാണുവാൻ സാധിക്കുന്നു. ജ്യോതിരൂപമായാലും അതേത് മഹാത്മാവിനെ സംബന്ധിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാകുന്നു. മഹാത്മാക്കളിൽ നിന്നും സന്ദേശങ്ങൾ കേൾക്കുവാനാകും. ഇരുട്ടു നിറഞ്ഞ തുരങ്കത്തിലൂടെ സഞ്ചരിച്ച് അവസാനം ഒരു ദിവ്യ തേജസ്സിൽ അലിഞ്ഞു ചേരുന്ന അനുഭൂതിയും കലരും. മഹാത്മാക്കളുടെ സന്ദേശങ്ങൾ മൂലം മറ്റു ലോകങ്ങളിലെ വാസ്തവങ്ങൾ അറിയുന്നതുമൂലം അന്തരംഗത്തിലേർപ്പെടുന്ന അനുഭൂതികൾ മൂലം നമ്മുടെ എല്ലാ സമസ്യകൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും. തദ്വാര നമ്മുടെ വിശ്വാസങ്ങൾ ഓരോന്നായി മാറുന്നു. ഇവയെല്ലാമാണ് അത്ഭുതമായ ദിവ്യചക്ഷു അനുഭവങ്ങൾ. ഈ അനുഭവശേഷം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ ഉന്നതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആത്മാവിന്റെ വേറൊരു ഇന്ദ്രിയമാണ് സൂക്ഷ്മ ശരീരം. ഇതര ലോകങ്ങളിൽ വിഹരിച്ച് അവിടെയുള്ള ജ്ഞാനത്തിനെ സമ്പാദിക്കുവാൻ ഉപയോഗിക്കുന്ന
സാധനത്തിനെ സൂക്ഷ്മ ശരീരമെന്ന് വിളിക്കുന്നു. നമ്മുടെ ചൈതന്യ പദാർത്ഥത്തിന്റെ വേറൊരു രൂപമാണ് സൂക്ഷ്മ ശരീരം. ഇത് സ്ഥൂല ശരീരത്തിന്റെ പ്രതിരൂപം പോലെയിരിക്കും. സാധാരണയായി നമ്മുടെ ചൈതന്യ പദാർത്ഥം സ്ഥൂല ശരീരം മൊത്തം വ്യാപിച്ചിരിക്കും. എപ്പോൾ നാം സമ്പൂർണമായി വിശ്വശക്തിയെ സ്വീകരിക്കുന്നോ, എപ്പോൾ നമുക്ക് സൂക്ഷ്മ ശരീരയാനം ചെയ്യുവാനുള്ള അനുഭൂതി കലരുന്നോ, അപ്പോൾ നമ്മുടെ ചൈതന്യ പദാർത്ഥം സൂക്ഷ്മ ശരീര രൂപത്തിൽ യാത്ര ചെയ്യുന്നു. സാധാരണഗതിയിൽ സൂക്ഷ്മ ശരീരയാന അനുഭവം സ്വബോധത്തിലല്ലാതെ ഉറക്കത്തിലാണ് നാം അനുഭവിക്കുന്നത്. ഇതിനെ സ്വപ്നം എന്ന് പറയുന്നു. ധ്യാനസ്ഥിതിയിൽ മാത്രമേ സ്വബോധത്തോടെ സൂക്ഷ്മ ശരീരയാനം അനുഭവിക്കുവാനാകുകയുള്ളൂ. സ്വബോധത്തോടെ സൂക്ഷ്മ ശരീരയാനം ചെയ്ത ശേഷം ശരിയായ കോണിൽ ജീവിത കണങ്ങളെ ദർശിക്കുവാൻ സാധിക്കുന്നു. ധ്യാനത്തിലൂടെ അധികമായി വിശ്വശക്തിയെ സ്വീകരിക്കുമ്പോൾ ശരീരം മൊത്തം വ്യാപിച്ചിട്ടുള്ള ചൈതന്യ പദാർത്ഥം താഴേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. ചൈതന്യ പദാർത്ഥം താഴേക്ക് സഞ്ചരിക്കുമ്പോൾ സ്ഥൂല ശരീരത്തിൽ ചലനങ്ങൾ ഏർപ്പെടുന്നു. ശരീരം മൊത്തം ഭാരമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. നമ്മുടെ കൈകാലുകൾ ഇല്ലെന്ന് പോലും തോന്നിപ്പോകും. ശരീരം ഒരു പഞ്ഞി പോലെ വായുവിൽ കിടന്നാടുന്നതായും അനുഭവപ്പെടും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചലനം അനുഭവപ്പെടുന്നു. ചിലപ്പോൾ ശരീരം മൊത്തം തിരിയുന്നതായും തോന്നും. ഇതാണ് സൂക്ഷ്മ ശരീര ചലന അനുഭവങ്ങൾ. തീവ്ര ധ്യാന സാധന ചെയ്യുന്നത് മൂലം അത്യധിക വിശ്വശക്തി നേടുവാനാകുന്നു. ശരീരം മൊത്തം വ്യാപിച്ചിട്ടുള്ള ചൈതന്യ പദാർത്ഥം സൂക്ഷ്മരൂപം ധരിച്ച് വിപരീത വേഗത്തിൽ ചലിക്കുവാൻ തുടങ്ങുന്നു. തദ്വാര സ്ഥൂല ശരീരത്തിൽ ചലനങ്ങൾ ഏർപ്പെടുന്നു. ആ ചലനങ്ങൾക്കു ശേഷം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ പുറത്തുവന്ന സൂക്ഷ്മ ശരീരത്തിനും സ്ഥൂല ശരീരത്തിനും ഇടയിൽ വെളുത്ത വെള്ളിക്കമ്പി പോലുള്ള ഒരു സാധനം ഘടിപ്പിച്ചിട്ടുള്ളതായി കാണാം. ഇതാണ് സിൽവർ കോഡ്. ഈ സിൽവർ കോഡാണ് അധിക ശക്തിയാൽ ചലിക്കുന്ന ചൈതന്യ പദാർത്ഥം. ഇത് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും സ്ഥൂല ശരീരത്തിലേക്കും സമാചാരങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. സൂക്ഷ്മ ശരീരയാനമെന്നാൽ നമ്മുടെ ചൈതന്യ പദാർത്ഥത്തിനൊപ്പം നാം ചെയ്യുന്ന പ്രയാണം. ഈ പ്രയാണം ഏത് ലോകത്തിലേക്കും ചെയ്യാവുന്നതാണ്. സൂക്ഷ്മ ശരീരയാനം ചെയ്യുന്നത് മൂലം അനന്തമായ ആത്മവിജ്ഞാനം സമ്പാദിക്കുവാനാകുന്നു. സൂക്ഷ്മ ശരീരം ഏത് തരം വസ്തുവിലൂടെയും നിഷ്പ്രയാസം സഞ്ചരിച്ചിരിക്കും. അതായത് ഭൂമി, വെള്ളം, അഗ്നി, ആകാശം, വായു. എല്ലാ ലോകങ്ങളിലും യാതൊരു തടസ്സവുമില്ലാതെ സൂക്ഷ്മ ശരീരത്തിന് വിഹരിക്കുവാനാകും.
സൂക്ഷ്മ ശരീരം പുറത്തു വന്ന ശേഷം സ്ഥൂല ശരീരത്തിനെ കാണുവാനിടയാകുന്നു. ഇത് മഹത്തായൊരു അനുഭവമാണ്. ഈ അനുഭവത്തിനു ശേഷം ഞാൻ സ്ഥൂല ശരീരമല്ല, സ്ഥൂല ശരീരത്തിൽ വസിക്കുന്നു എന്ന വിഷയം സ്പഷ്ടമായി മനസ്സിലാകുന്നു. ഇതൊരു മഹാത്ഭുതമായ അവഗാഹന. ഓരോ വ്യക്തിയും ഈ സത്യത്തിനെ തീർച്ചയായും അനുഭവിച്ചറിഞ്ഞിരിക്കണം. ഈ തിരിച്ചറിവിനു ശേഷം നാം ഉണ്ടാക്കിയെടുത്ത പരിമിതികളെല്ലാം നമ്മെ വിട്ടുപോകുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ചൈതന്യ പദാർത്ഥം എന്ന് സ്പഷ്ടമായി മനസ്സിലാകുന്നു. ജീവിതത്തെ ശരിയായ കോണിൽ ദർശിക്കുവാൻ തുടങ്ങുന്നു. അധിക ധ്യാന സാധനയിലൂടെ അധിക വിശ്വശക്തി നേടാനാകുന്നു. അധിക വിശ്വശക്തി ഏതു സന്ദർഭത്തിലായാലും സമ്പൂർണമായി അതിൽ മുഴുകുവാൻ നമ്മെ സഹായിക്കുന്നു. സമ്പൂർണമായി മുഴുകുക എന്നാൽ ആ സന്ദർഭത്തിൽ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് ഇവയോടൊപ്പം അലിഞ്ഞു ചേരുക. തദ്വാര ആ സന്ദർഭത്തിൽ പരിപൂർണ ജ്ഞാനം സമ്പാദിക്കുക. ഒരു സാധാരണ വ്യക്തി ജീവിതത്തിൽ അനുഭവങ്ങളെ മാത്രമേ നേടുകയുള്ളൂ. ആ അനുഭവത്തിൽ അടങ്ങിയിട്ടുള്ള ജ്ഞാനത്തിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയില്ല. എന്തെന്നാൽ അനുഭവങ്ങളെ സ്ഥൂല രൂപത്തിൽ മാത്രമേ കാണാനാകൂ. എന്നാൽ ധ്യാനി ജീവിത അനുഭവങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കി അനുഭവജ്ഞാനത്തിനെ സമ്പാദിക്കുന്നു. ധ്യാനിക്കറിയാം, ഞാൻ ശരീരമല്ല, ശരീരത്തിൽ വസിക്കുന്നു എന്നും ജീവിതത്തിൽ നേരിടുന്ന ഓരോ അനുഭവങ്ങളും തന്റെ ആത്മോന്നതിക്ക് വേണ്ടിയാണെന്നും. ധ്യാനത്തിലൂടെ അനുഭവങ്ങൾ നേടി ആ ജ്ഞാനം കൊണ്ട് ജീവിതത്തെ നയിക്കുമ്പോൾ ശരിയായ അവഗാഹനാശക്തി ലഭിക്കുന്നു. തദ്വാര ആത്മജ്ഞാനം ഒരുപാട് വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ധ്യാനത്തിൽ ഈ സ്ഥിതിയെ 1000 ഇതളുകളുള്ള സ്വർണ്ണ താമര വിരിയുന്ന അനുഭവമായി കാണാം. ഓരോ ഇതളും ജീവിതത്തിന്റെ ശരിയായ കോണിൽ നിന്നുമുള്ള അവഗാഹനയാണ്. ഇങ്ങനെ 1000 കോണിൽ നിന്നും ജീവിതത്തെ ദർശിക്കുമ്പോൾ ഇതര ജീവരാശികൾക്കുമീതെ കൂടി നമ്മുടെ അവഗാഹനാശക്തി പെരുകുന്നു. ഈ അനുഭവം ദ്വാരാ വ്യക്തമായി മനസ്സിലാകുന്ന സത്യം നമുക്ക് മരണമില്ല എന്നും നാം സദാ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യ പദാർത്ഥമാണെന്നും തിരിച്ചറിയുന്നു. ജനന മരണത്തെ സംബന്ധിച്ച പരിപൂർണ ജ്ഞാനം നമുക്കിതിൽ നിന്നും ലഭ്യമാകുന്നു. നാം വിശ്വചൈതന്യത്തിൽ നിന്നും
അംശങ്ങളായി വേർപെട്ട് ഭൂമിയിലേക്ക് വന്നു ചേർന്നതാണ്. ഈ ഭൂമിയിലേക്ക് നാം വരുവാനുള്ള കാരണം വിവിധ തരത്തിലുള്ള അനുഭവജ്ഞാനം സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. അതിനായി നാം ഗർഭത്തിനെയും മാതാപിതാക്കളെയും പരിസരത്തിനെയും പരിസ്ഥിതികളെയും തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ജന്മത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആത്മാവിനറിയാം. ഗർഭത്തിനെ തിരഞ്ഞെടുത്ത ശേഷം അംശം ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. എപ്പോൾ അംശം ഗർഭത്തിൽ പ്രവേശിക്കുന്നോ അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് പ്രാണൻ ലഭിക്കുന്നു. അംശം പ്രാണമയ ശരീരത്തിൽ ശക്തിയെ ആധാരമാക്കി പ്രാണി സ്ഥൂല ശരീര നിർമ്മാണം നടത്തുന്നു. അംശം പൂർണ്ണമായും മൂലവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുക. പ്രാണിയായി ആദ്യശ്വാസം എടുക്കും വരേക്കും. അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വന്നയുടനെ പ്രാണിയായി പുറത്തെ ശ്വാസം എടുക്കുവാൻ തുടങ്ങുന്നു. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആദ്യ ശ്വാസം മുതൽ 7 വയസ്സുവരെ പ്രാണി മൂല അവഗാഹനയിൽ മുഴുകിയിരിക്കും. മനസ്സിന്റെ നിർമ്മാണം 7-ാം വയസ്സിൽ തുടങ്ങി 14-ാം വയസ്സിൽ പൂർണ്ണമാകുന്നു. ബുദ്ധി നിർമ്മാണം 14-ാം വയസ്സിൽ തുടങ്ങി 21 തികയുമ്പോഴേക്കും പൂർണ്ണമാകുന്നു. 21 വയസ്സു മുതൽ 28 വയസ്സുവരെ ശരീരം, മനസ്സ്, ബുദ്ധി മൂന്നും കൂടിച്ചേർന്ന ജീവിത അനുഭവങ്ങളെ തിരിച്ചറിയുന്നു. 28 വയസ്സു മുതൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും ആത്മജ്ഞാനത്തിനുമേൽ ആധാരപ്പെടുന്നു. ആത്മജ്ഞാന അവഗാഹനയുടെ കുറവ് മൂലം ചൈതന്യം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇടയിൽ കുടുങ്ങിപ്പോകുന്നു. തദ്വാരാ ജീവിതത്തിൽ ദുഃഖങ്ങൾ ആരംഭിക്കുന്നു. ഈ പരിസ്ഥിതികൾ എന്തുകൊണ്ട് നേരിടേണ്ടി വരുന്നെന്ന് മനസ്സിലാവുകയില്ല. ഓരോ ദിവസവും വളരെ കഷ്ടമായി തോന്നും. പരിമിതമായ അവഗാഹന മൂലം ജീവിതം ജഡതുല്യമായി തീരും. വിശ്വശക്തി പ്രവാഹ ലോപം മൂലം ശാരീരിക അനാരോഗ്യങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ ഇവ കൂടുതലായി ജീവിതം നരകതുല്യമായി തീരുന്നു. ജീവിതം ആർക്കോ വേണ്ടി എന്ന പോലെ അർത്ഥമില്ലാതെ മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും. നാം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്ന വിഷയം പൂർണ്ണമായും മറന്നുപോകുന്നു. അർത്ഥശൂന്യമായ അവഗാഹന മൂലം യൗവനത്തിൽ തന്നെ വൃദ്ധരായി അവസാനം ശരീരം വെടിയുന്നു. ഇതിനെ നാം മരണമെന്ന് വിളിക്കുന്നു. ഇതാണ് മരണം. മരണശേഷം കൂടി ചൈതന്യത്തെ മൂലത്തിലേക്ക് ചേരുവാൻ ജഡമായ മനസ്സ് സമ്മതിക്കുകയില്ല.
പരിമിത അർത്ഥശൂന്യമായ അവഗാഹന മൂലം സ്വയം നരകവും സ്വർഗവും സൃഷ്ടിച്ച് അധമലോകത്തിൽ തന്നെ ചുറ്റിത്തിരിയുന്നു. നമ്മുടെ ചൈതന്യം ആത്മാവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ എല്ലായ്പ്പോഴും ആനന്ദത്തോടെ ജീവിക്കുവാനാകുന്നു. അതിലൂടെ മരണശേഷം കൂടി അധമ ലോകത്തിൽ കുടുങ്ങിപ്പോകാതെ നേരെ മൂലത്തിലേക്ക് ചേരുവാൻ സാധിക്കുന്നു. ദിവ്യചക്ഷു സൂക്ഷ്മ ശരീരയാന അനുഭവങ്ങൾ മൂലം, ജനന മരണ അവഗാഹന മൂലം ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ചൈതന്യ പദാർത്ഥം, വിശ്വശക്തി ഇവയ്ക്കുമേൽ സമ്പൂർണ്ണ അവഗാഹന ഏർപ്പെടുന്നു. ഞാൻ എന്നാൽ ചൈതന്യ പദാർത്ഥമെന്നും ചൈതന്യ പദാർത്ഥമെന്നാൽ വിശ്വശക്തി, ജ്ഞാനം ഇവയുടെ കൂടിച്ചേരലാണെന്നുമുള്ള പരിപൂർണ അവഗാഹന നമുക്ക് ഏർപ്പെടുന്നു. ഈ അവഗാഹന കൊണ്ട് ജീവിക്കുമ്പോൾ ഇതര ലോക നിർമ്മാണത്തിനും ഈ മഹാവിശ്വ നിർമ്മാണത്തിനും ആവശ്യമായ ജ്ഞാനം സമ്പാദിക്കുവാനാകുന്നു. ഈ ജ്ഞാനം മൂലം നാം അത്ഭുത സൃഷ്ടികർത്താക്കളാകുന്നു. അപ്പോൾ നാം എന്തു പറഞ്ഞാലും പുതുമയാകുന്നു, എന്ത് ആലോചിച്ചാലും നവ നിർമ്മാണമാകുന്നു, എന്തു ചെയ്താലും അതൊരു നവ സൃഷ്ടിയാകുന്നു. It's caught in the crossfire. It's caught in the crossfire.